5 വ്യത്യസ്ത സെക്ടറുകളിൽ നിന്നുള്ള നല്ല ഭാവിയുണ്ടെന്ന് തോന്നുന്ന 5 കമ്പനികളുടെ ഒരു മികച്ച ഫോക്കസ്ഡ് വാച്ച് ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഈ വീഡിയോ കഴിയുമ്പോഴേക്കും വളരെ പോസിറ്റീവായ, ട്രെൻഡിങ് ആയ, നല്ല ക്യാപിറ്റലുള്ള വളരെ നല്ല കുറച്ച് സ്റ്റോക്കുകൾ നമ്മളുടെ വാച്ച് ലിസ്റ്റിൽ എത്തിയിരിക്കും. വളരെ വ്യക്തവും ഡൈവേഴ്സിഫൈഡുമായിട്ടുള്ള ഒരു പ്ലാൻ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കമ്പനികൾ നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണ കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കുകൾ, കാറുകൾ, IT സെക്ടർ, അങ്ങനെ എക്കണോമിയിൽ ഉടനീളം അവസരങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് മികച്ച ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. വിപണിയുടെ സ്പന്ദനം. ആദ്യം നമുക്ക് മാർക്കറ്റിന്റെ വലിയ ചിത്രം ഒന്ന് നോക്കാം. മാർക്കറ്റ് കുറച്ചു കാലമായിട്ടൊരു കോഷൻ മോഡിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി 50 വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ കൺസോൾട്ടേഷൻ റേഞ്ചിലാണ് ട്രേഡ് ചെയ്തത്. ഇൻവെസ്റ്റേഴ്സ് ഗ്ലോബൽ സൂചനകളും ആഭ്യന്തര സൂചനകളും വിലയിരുത്തുന്നതിനനുസരിച്ച് ഇത് പ്രധാനപ്പെട്ട സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഒരു വോളറ്റൈൽ പീരീഡിന് ശേഷം ചില ഏറ്റക്കുറച്ചിലുകളോടെയാണ് ട്രേഡ് ചെയ്തത്. തീർച്ചയായിട്ടും നിഫ്റ്റി 25,700-നും 26,250 മുകളിൽ പോകാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും നമുക്കത് റേഞ്ച് ബൗണ്ട് മാർക്കറ്റായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. ഈ 2 ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് ഒരു ഡയറക്ഷണൽ മൂവ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ഡയറക്ഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഈയിടെയായിട്ട് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ആഴ്ചയുടെ അവസാനം FIIs ചെറിയ രീതിയിൽ വാങ്ങി തുടങ്ങിയത് ഒരു പ്രതീക്ഷയാണ്. ഇത് മാർക്കറ്റിൽ കുറച്ച് പ്രഷർ കുറയ്ക്കുന്നുണ്ട് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. ശക്തിയുടെ ചില കേന്ദ്രങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമാണ് നല്ലൊരു ബ്രേക്കൗട്ടോ നല്ലൊരു മൂവ്മെൻറ്റോ നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു മിക്സഡ് സിഗ്നൽ കാരണം ഒരു ഡൈവേഴ്സിഫൈഡ് വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അപ്പോൾ അത്രയുമാണ് വിപണിയെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ സെക്ടറുകളിലേക്കായിട്ട് കിടക്കാം. ആദ്യമായിട്ട് ബാങ്കിങ് സെക്ടർ, HDFC ബാങ്ക്. നിഫ്റ്റി 50-ലെയും ബാങ്ക് നിഫ്റ്റിയിലെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്കാണ് HDFC ബാങ്ക്. നമ്മുടെ എക്കണോമിയുടെ നട്ടെല്ലായ ബാങ്കിങ് സെക്ടറിൽ നിന്ന് ഇൻഡസ്ട്രി ഭീമനായിട്ടുള്ള HDFC ബാങ്കിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ബാങ്കുകളിൽ ഒന്നായതിനാൽ തന്നെ ഇതിൻ്റെ പ്രകടനം പലപ്പോഴും എക്കണോമിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിൻ്റെ ഒരു അളവുകോലായിട്ട് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ആ ഒരു ഡൗട്ട് ഇതാണ്, എന്തുകൊണ്ടാണ് HDFC ബാങ്ക് ഇപ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് എത്തപ്പെടുന്നത്? ഒന്നാമതായിട്ട് നമുക്കതിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കാം. ബാങ്ക് 2025 സെപ്റ്റംബർ ക്വാർട്ടറിൽ 16,821 കോടിയുടെ ശക്തമായിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 10 ക്വാർട്ടറുകളിലെ ഏറ്റവും ഉയർന്ന കണക്കാണിത്. HDFC ലിമിറ്റഡുമായിട്ടുള്ള വലിയ മർജറിന് ശേഷം അതിൻ്റെ ചരിത്രപരമായിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റിയിൽ ചില പ്രഷറുകൾ ഉണ്ടായിരുന്നെങ്കിലും ബാങ്ക് ഇപ്പോഴും വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ്. രണ്ടാമതായിട്ട് സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ ചരിത്രം നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 2025 ഓഗസ്റ്റിലെ ഒരു ബോണസ് ഇഷ്യൂ കാരണം വിലയിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വന്നതിന് ശേഷം സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുകയായിരുന്നു. നിലവിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ 50-ഡേ 100-ഡേ മൂവിംഗ് ആവറേജുകൾക്കിടയിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഏകദേശം 1011 എന്ന പ്രധാന റെസിസ്റ്റൻസ് ലെവൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുകളിൽ ശക്തമായിട്ടുള്ളൊരു റാലിക്ക് ഒരു പ്രതീക്ഷ നൽകും. തീർച്ചയായിട്ടും സ്റ്റോക്കിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ താല്പര്യം കൂടുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. വരുന്ന ആഴ്ചയിൽ സ്റ്റോക്കിന് അതിൻ്റെ നിലവിലെ ലെവൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ HDFC ബാങ്കിൻ്റെ സ്റ്റെബിലിറ്റി സ്കെയിൽ ലയനത്തിന് ശേഷമുള്ള പരിണാമം ഇവയുടെ കഥയായിട്ട് ഇതിനെ നമുക്ക് കാണുകയും മുന്നോട്ടേക്ക് വലിയ പ്രതീക്ഷകൾ തരുന്ന ഒരു സ്റ്റോക്കായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ടെക്നിക്കൽ അനാലിസിസ് ഒന്ന് നോക്കിപ്പോകാം. HDFC ബാങ്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മൂവിങ് ആവറേജസുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. ദ ടെക് ടൈറ്റൻ ടാറ്റ കൺസൾട്ടൻസി സർവീസ്, IT. നമ്മുടെ ഡിജിറ്റൽ ലോകത്തിന് ശക്തി പകരുന്ന സെക്ടറിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇൻഫോർമേഷൻ ടെക്നോളജി അഥവാ IT. ഇന്ത്യൻ IT മികവിൻ്റെ പര്യായമായ ഒരു പേരാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് അഥവാ TCS. നിഫ്റ്റി 50 സൂചികയിലെ ഒരു പ്രധാനി എന്ന നിലയിൽ TCS സോഫ്റ്റ്വെയർ കൺസൾട്ടിംഗ് ഇൻഡസ്ട്രിക്ക് മൊത്തത്തിൽ ഒരു ബെഞ്ച് മാർക്കായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് TCS നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ളത്? പ്രത്യേകിച്ചും IT സെക്ടർ ഗ്ലോബലി ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു IT ഭീമനെ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് എടുത്തു വെക്കുന്ന കാരണം എന്താണ് എന്ന് നമുക്കിവിടെ നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI-യിലേക്കുള്ള അവരുടെ അഗ്രസീവായിട്ടുള്ള നീക്കമാണ്. ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ IT കമ്പനി എന്ന നിലയിൽ TCS അടുത്തിടെ വെളിപ്പെടുത്തിയത് അവരുടെ AI ബിസിനസ് മാത്രം $1.5 ബില്യൺ ആനുവൽ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ഭാവി വാഗ്ദാനം മാത്രമല്ല, ഇത് അവരുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രധാന ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞു. ഓരോ ക്വാർട്ടറിലും 16.3% എന്ന ആകർഷണീയമായ നിരക്കിൽ വളരുന്നു എന്നുകൂടി അറിയേണ്ടതുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ AI ബേസ്ഡ് ടെക്നോളജി സർവീസ് സ്ഥാപനമായി മാറാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്.
TCS ഏകദേശം 5500 AI പ്രോജക്റ്റുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കൂടാതെ അവരുടെ ഏറ്റവും വലിയ ക്ലയൻറ്റുകളിൽ 85%-ലധികം പേരും ഇതിനകം തന്നെ അതിൻ്റെ AI സൊല്യൂഷനുകൾ ഉപയോഗിക്കുന്നുണ്ട്. അവർ AI വിൽക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവർ സ്വന്തം ജീവനക്കാരെ റീസ്കിൽ ചെയ്യാനും AI ഫസ്റ്റ് കൾച്ചർ വളർത്തുകയും ചെയ്യുന്നു. പരമ്പരാഗത സേവനങ്ങളിൽ നിന്ന് AI കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കുള്ള ഈ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് ഭാവിയിലെ വളർച്ചയ്ക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ TCS ഒരു മിക്സഡ് ചിത്രമാണ് നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ വർഷം സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തിരുന്നു. ഏകദേശം -25% ഒരു വർഷത്തെ റിട്ടേൺ നമ്മൾ കാണുകയുണ്ടായി. തീർച്ചയായിട്ടും അതിൻ്റെ ഷോർട്ട് ടൈം മൂവിംഗ് ആവറേജുകൾ ശ്രദ്ധിക്കുക. അടുത്ത ആഴ്ചയിലും അത്തരത്തിലുള്ള നല്ല മൂവ്മെൻറ്റ് കാണാൻ കഴിയുമോ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. AI സ്ട്രാറ്റജിയെക്കുറിച്ചുള്ള പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാരണം ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം കൂടുതൽ മൊമെൻറ്റം നൽകിയേക്കും എന്നുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. ടെക്നിക്കലി നമുക്കിവിടെ നോക്കിപ്പോകാം. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും ടെക്നിക്കലി കൂടി ഒരു പരിധിവരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമുക്ക് TCSൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജസ് ഒക്കെ ഒന്ന് നോക്കി പോകാം. ഇനി നമുക്ക് മൂന്നാമത്തെ കിങ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ദ ഓട്ടോ കിങ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഓട്ടോമൊബൈൽ സെക്ടർ ഡിജിറ്റലിൽ നിന്ന് ഫിസിക്കലിലേക്ക് നമ്മുടെ മൂന്നാമത്തെ കമ്പനി വരുന്നത് ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്നാണ്. ഇവിടെ ഞാൻ അനലൈസ് ചെയ്യുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ്. SUVകൾ മുതൽ ട്രാക്ടർ വരെ എല്ലാറ്റിലും ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ഓട്ടോമോട്ടീവ് ഭീമനാണിവർ. തീർച്ചയായിട്ടും മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒരു കുതിപ്പിലാണ്. അതിൽ ശ്രദ്ധ വയ്ക്കാൻ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് മാർക്കറ്റിലുള്ള അവരുടെ ഡോമിനൻസ് ആണ്. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ രണ്ടാം ക്വാർട്ടറിൽ M&M SUV സെഗ്മെൻറ്റിൽ 25.7% റവന്യൂ മാർക്കറ്റ് ഷെയറും ട്രാക്ടർ സെഗ്മെൻറ്റിൽ 43% മാർക്കറ്റ് ഷെയറും നേടി. ഈ ആധിപത്യം പ്രത്യേകിച്ച് അതിൻ്റെ പോപ്പുലർ SUV മോഡലുകളിലൂടെ കൺസ്യൂമർ പ്രിഫറൻസുകളെ കുറിച്ചുള്ള അവരുടെ ആഴത്തിലുള്ള ധാരണ കാണിക്കുകയും അതിന് ശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുകയും ചെയ്യും. രണ്ടാമതായിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് വളരെ ശക്തമാണ്. ഫിനാൻഷ്യൽ ഇയർ 26ൻ്റെ രണ്ടാം ക്വാർട്ടറിൽ M&Mൻ്റെ കൺസോളിഡേറ്റഡ് റവന്യൂ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 22% വർദ്ധിച്ചു. 3673 കോടിയുടെ കൺസോളിഡേറ്റഡ് PAT നികുതിക്ക് ശേഷമുള്ള ലാഭം 16% വളർച്ചയും ഉണ്ടായി. കഴിഞ്ഞ 5 വർഷത്തെ 25% CAGR അടിസ്ഥാനമാക്കിയിട്ട് 2026-നും 2030-നും ഇടയിൽ 15 മുതൽ 40% ഓർഗനൈസ്ഡ് റവന്യൂ CAGR കമ്പനി ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് വെറും വളർച്ചയല്ല, ഇതൊരു ആക്സിലറേറ്റഡ് ഗ്രോത്ത് ആണ്. അവസാനമായിട്ട് സ്റ്റോക്കിൻ്റെ പ്രകടനം ഈ ശക്തമായ ഫണ്ടമെൻ്റൽ സ്റ്റോറിയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. 2025-ൻ്റെ തുടക്കം മുതൽ നവംബർ അവസാനത്തോടെ സ്റ്റോക്ക് ഏകദേശം 22% ഉയർന്നത്. 4.5 ലക്ഷം കോടിയിലധികം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള കമ്പനിക്ക് ഇലക്ട്രിക് കമ്പഷൻ എഞ്ചിൻ SUVകൾക്കായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രോഡക്റ്റ് ലൈനപ്പും എക്സ്പോർട്ട് മാർക്കറ്റുകളിലുള്ള വിപുലീകരണവും പ്രധാന ഡ്രൈവുകളായിട്ട് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നിരവധി ബ്രോക്കറേജുകൾ അടുത്തിടെ വളരെ നല്ല ബുള്ളിഷ് കോളുകളും നൽകിയിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് നോക്കുമ്പോൾ 3781 മുകളിലേക്കുള്ള അതിൻ്റെ സമീപകാല 52 വീക്ക് ഹൈ പ്രൈസിന് ചുറ്റുമുള്ള വിലയുടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് നിരീക്ഷിക്കാം. സ്റ്റോക്ക് അവിശ്വസനീയമായിട്ടുള്ളൊരു മൊമെൻറ്റം ഈ ഒരു ഏരിയയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് തുടർച്ചയായിട്ട് മാർക്കറ്റ് ലീഡർഷിപ്പും ശക്തമായിട്ടുള്ള ഗ്രോത്ത് ഗൈഡൻസും ഓട്ടോ രംഗത്ത് അനലൈസ് ചെയ്യേണ്ട ഒരു പ്രധാന കമ്പനിയായിട്ട് M&Mനെ മാറ്റുന്നു. തീർച്ചയായിട്ടും നമുക്ക് അവരുടെ ടെക്നിക്കൽ കൂടി ഒന്ന് പരിശോധിച്ച് നോക്കാം. പ്രധാനപ്പെട്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മൂവിംഗ് ആവറേജുകളൊക്കെ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നാലാമത്തെ നമ്മുടെ സ്റ്റോക്ക് കൺസ്യൂമർ സ്റ്റേപ്പിൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ, FMCG സെക്ടർ. നമ്മുടെ നാലാമത്തെ സ്റ്റോക്ക് ഓരോ ഇന്ത്യൻ കുടുംബത്തിൻ്റെയും ഹൃദയത്തിലേക്ക് നമ്മെ കൊണ്ടുപോകും. ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ് സെക്ടറിൽ നിന്ന് ഞാൻ ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ അനലൈസ് ചെയ്യുകയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായ പ്രോഡക്റ്റുകളുള്ള കമ്പനിയാണിത്. അപ്പോൾ എന്തിനാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനി നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നത്? കമ്പനി ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ ചേതോവികാരം എന്താണ് എന്നുകൂടി അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദുർബലമായിട്ടുള്ള അർബൻ ഡിമാൻഡ് പോലുള്ള ഘടകങ്ങൾ, ഇവയൊക്കെ കാരണം കമ്പനി അടുത്തിടെ സ്ലോ ഗ്രോത്ത് ആണ് കാണിക്കുന്നതെങ്കിലും ഗ്രാമീണ മേഖലകളിൽ നടക്കുന്ന വലിയ ഒരു പരിവർത്തനം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കുകയും വോളിയത്തിൻ്റെ ഒരു വീണ്ടെടുക്കലിനെ കുറിച്ച് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പണപ്പെരുപ്പം കുറയുമ്പോൾ ഉയർന്ന ഇൻപുട്ട് കോസ്റ്റ് കാരണമുള്ള മാർജിനുകളിലെ പ്രഷർ കുറയും. ഇത് ലാഭക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യും. കമ്പനി ഇനി ഫണ്ടമെൻ്റലി ശക്തമായിട്ട് തുടരുകയാണ്. കടബാധ്യതകളില്ലാത്ത ഒരു കമ്പനിയാണിത്. കമ്പനി ഈ അടുത്ത് ഒരു വലിയ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിലൂടെ കടന്നു പോവുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഐസ്ക്രീം ബിസിനസ്സിൻ്റെ ഡീമർജർ 2025 ഡിസംബർ 1 നിലവിൽ വരികയുണ്ടായി. വാല്യുവേഷൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ പലപ്പോഴും ഉയർന്ന പി റേഷ്യോയിലാണ് ട്രേഡ് ചെയ്യാറ്. ഇത് FMCG സെക്ടറിലെ ലീഡേഴ്സിന് സാധാരണയായിട്ട് കാണുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ്. എന്നിരുന്നാലും വളരെ ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു മാർക്കറ്റിൽ താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു അണ്ടർ പെർഫോമൻസും അതിൻ്റെ ശക്തമായിട്ടുള്ള ഫണ്ടമെൻ്റൽസും റൂറൽ ഡിമാൻഡ് തിരിച്ചു വരാനുള്ള സാധ്യതകളും കൊണ്ടാണ് ഇത് വാച്ച് ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. വരും ആഴ്ചയിൽ സ്റ്റോക്ക് അതിൻ്റെ സമീപകാല ലോകളിൽ നിന്ന് കരകയറുന്നതിൻ്റെ എന്തെങ്കിലും സൂചനകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിയായിട്ടുള്ള എക്കണോമിക് സാഹചര്യങ്ങൾ വന്നാൽ കുതിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ഡിഫൻസീവ് ഭീമൻ്റെ കഥയാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്.
തീർച്ചയായിട്ടും ടെക്നിക്കൽ ചാർട്ടിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. മുമ്പത്തെ സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂവിംഗ് ആവറേജ് 50, 100, 200 മൂവിംഗ് ആവറേജുകൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. പ്രായോഗികമായിട്ടൊരു സെക്ടർ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു കമ്പനിയെ നോക്കാം. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഓയിൽ ടു കെമിക്കൽസ് ബിസിനസ്സിൽ ഒരു ഡോമിനൻ്റ് ശക്തിയാണെങ്കിലും ജിയോയിലൂടെ ടെലികോമിലും റീറ്റെയിലും വൻ സംരംഭങ്ങളുള്ള ഒരു യഥാർത്ഥ കോൺഗ്ലോമറേറ്റാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഇതിനെ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിയുടെ ഒരു സവിശേഷമായിട്ടുള്ള പ്രതിനിധിയായിട്ട് മാറ്റുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ നമ്മളുടെ വാച്ച് ലിസ്റ്റിലേക്ക് എത്തിക്കുന്നത്? ഒന്നാമതായിട്ട് അതിൻ്റെ വ്യത്യസ്ത ബിസിനസ് എഞ്ചിനുകൾ ഒരു പ്രധാന വഴിത്തിരിവിലേക്ക് നയിച്ചേക്കാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. റിലയൻസ് നടത്തിയ വലിയ നിക്ഷേപങ്ങൾ, അതായത് പാൻഡമിക്കിന് ശേഷം $80 ബില്യൺ 2026 കമ്പനിയുടെ എനർജി, കൺസ്യൂമർ, ടെലികോം ഇങ്ങനെയൊക്കെയുള്ള വെർട്ടിക്കലുകളുടെ ഫ്രീ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആക്കുമെന്ന് മോർഗൻ സ്റ്റാൻലി അടുത്തിടെ പറഞ്ഞിരുന്നു. ടെലികോം വിഭാഗമായിട്ടുള്ള ജിയോയുടെ ഓരോ ഉപഭോക്താവിൽ നിന്നുമുള്ള ശരാശരി വരുമാനം ഫിനാൻഷ്യൽ ഇയർ 26-നും ഫിനാൻഷ്യൽ ഇയർ 28-നും ഇടയിൽ പ്രതിവർഷം 9% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതൊരു ചെലവ് കഥയിൽ നിന്ന് പണമുണ്ടാക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്യും. അവസാനമായിട്ട് ഒരു ടെക്നിക്കൽ കാഴ്ചപ്പാടിൽ സ്റ്റോക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിലും ലോങ് ടൈമിലേക്ക് സ്ട്രെങ്ത് കാണിക്കുന്നു. അതിൻ്റെ പ്രൈസ് 200 മൂവിംഗ് ആവറേജിന് മുകളിലാണുള്ളത്. എന്നിരുന്നാലും ഇത് ഷോർട്ട് ടൈം ആവറേജുകൾക്ക് താഴെ വരുന്നത് കുറച്ച് കൺസോൾട്ടേഷനെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏകദേശം 1540, 1580 എന്നീ ലെവലുകളാണ്. 52 വീക്ക് ഹൈ ലെവലുകളാണ്. സമീപകാലത്തെ ഹൈ ലെവലിന് മുകളിലുള്ള ഒരു ക്ലോസ് ഒരു ബ്രേക്കൗട്ടിന് സൂചന നൽകിയേക്കും. റിലയൻസ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭീമൻ എൻട്രി തന്നെയാണ്. എന്നാൽ അതിൻ്റെ ഒന്നിലധികം ഗ്രോത്ത് എഞ്ചിനുകൾ, ശക്തമായിട്ടുള്ള എനർജി മാർക്കറ്റിന് മുന്നിൽ വളരുന്ന ഡിജിറ്റൽ റീറ്റെയിൽ എക്കോസിസ്റ്റം, ഇവയൊക്കെ നിരീക്ഷിക്കേണ്ട ഒരു പ്രധാന കമ്പനിയായിട്ട് റിലയൻസിനെ മാറ്റുന്നു. അതിൻ്റെ സമീപകാല കൺസോൾട്ടേഷനിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ എന്നുകൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരും. അപ്പോൾ അത്രയുമാണ് ഈ ഒരു 5 സ്റ്റോക്കുകളെ നമ്മൾ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ഒരു ഹൈ ക്വാളിറ്റി വാച്ച് ലിസ്റ്റ്. HDFC ബാങ്ക്, TCS, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ഇവിടെ ഈ ഒരു സെലക്ഷനിലൂടെ നമ്മുടെ ലക്ഷ്യം നാളെ തന്നെ ഈ സ്റ്റോക്കുകൾ വാങ്ങാൻ ഓടുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിൽ നമ്മൾ കൃത്യമായിട്ട് നിരീക്ഷിക്കേണ്ട സ്റ്റോക്കുകളാണ്. ഇവ മാർക്കറ്റ് വാർത്തകളോട്, ന്യൂസുകളോട് എങ്ങനെ പ്രതികരിക്കുന്നു, അവയുടെ സെക്ടറുകൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇവയൊക്കെ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ എക്കണോമിയുടെ വിവിധ ഭാഗങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇതൊരു പ്രാക്ടിക്കൽ പഠനാനുഭവമായിട്ട് ഉപയോഗിക്കുക. കൂടുതൽ സ്മാർട്ടായതും അറിവുള്ളതുമായിട്ടുള്ള ഇൻവെസ്റ്റർ ആകാനുള്ള ആദ്യത്തെ സ്റ്റെപ്പാണിത്. ഒരു നല്ല വാച്ച് ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കുക, അതിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ഇനി വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളും സെക്ടറുകളും ഏതൊക്കെയാണ്, നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. നമുക്കെല്ലാവർക്കും പരസ്പരം പഠിക്കാനുള്ള ഒരു മികച്ച മാർഗ്ഗമാണ്. ഒരു വാച്ച് ലിസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടുതൽ വീക്കിലി ഇൻസൈറ്റുകൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.